ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം 80-ാം ദശകം അതിൽ 10-ാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. കഴിഞ്ഞ ശ്ലോകത്തിൽ അക്രൂരൻ്റെ ഭക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. പരമഭക്തനാണ്. പക്ഷേ ആ ഭക്തിയിലൊരു ചെറിയ പോറൽ വീണോ എന്നൊരു സംശയം. തന്നേക്കാൾ വലിയൊരു ഭക്തൻ വേറെ ഇല്ല എന്ന രീതിയിലുള്ള ചിന്തയിൽ അഹങ്കാരത്തിൽ അക്രൂരൻ എത്തിച്ചേർന്നോ എന്നൊരു സംശയമുണ്ട്. അഹങ്കാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ അഹങ്കാരം മാറണം. അതിന് യഥാർത്ഥമായ ഭക്തി തന്നെ വളരണം എന്നുള്ള ചിന്തയാൽ ഭഗവാൻ തന്നെയാണോ അക്രൂരനിൽ ചില തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുവാനുള്ള ബുദ്ധി കൊടുത്തത് എന്നൊരു സംശയം ഭട്ടതിരിപ്പാടിന്. ആ സംശയമാണ് ഈ ശ്ലോകത്തിലൂടെ അദ്ദേഹം പറയുന്നത്. ഭക്തഃ ത്വയി സ്ഥിരതരഃ സ ഹി ഗാന്ധിനേയഃ തസ്യ ഏവ കാപഥമതിഃ കഥമീശ ജാതാ വിജ്ഞാനവാൻ പ്രശമവാൻ അഹം ഇതി ഉദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃത ഏവ. ഭക്ത ത്വയി സ്ഥിരതര സഹ ഹി ഗാന്ധിനേയഃ. ഗാന്ധിനേയ പുത്രനായിട്ടുള്ള അക്രൂരൻ ത്വയി അങ്ങയിൽ ഭക്ത സ്ഥിരതര സ അങ്ങേയറ്റം ഭക്തി ഉള്ളവനാണ്. ഇതാരാ പറയുന്നത്? ഭട്ടതിരിപ്പാട് ഭഗവാന് ഗുരുവായൂരപ്പനെ നോക്കിക്കൊണ്ട് പറയുകയാണ്. അല്ലയോ ഗുരുവായൂരപ്പ, ഈ ഗാന്ധിനേയൻ അങ്ങയിൽ അങ്ങേയറ്റം ഭക്തി ഉള്ളവനാണല്ലോ. തസ്യ ഏവ അത്രയധികം ഉറപ്പുള്ള ഭക്തിയോടുകൂടിയ അവനു തന്നെ കാപഥ മതി ബുദ്ധി, തെറ്റായ മാർഗത്തിൽ ചരിക്കുവാനുള്ള ബുദ്ധി ജാതാ എങ്ങനെ ഉണ്ടായി? കഥം ഈശ ജാതാ. അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, അവന് എങ്ങനെയാണ് ഇപ്രകാരമൊരു ബുദ്ധി ഉണ്ടായത്? വിജ്ഞാനവാൻ പ്രശമവാൻ അഹം ഇതി ഉദീർണം. അഹം ഞാൻ, വിജ്ഞാനവാൻ ധാരാളം ഭക്തിയുള്ളവനാണ്, ഭഗവാനോട് വളരെ അടുത്ത് നിൽക്കുന്നവനാണ്. പ്രശമവാൻ അങ്ങേയറ്റം ശമമുള്ളവനാണ്. ഇതി ഉദീർണം ഇപ്രകാരം വലുതായിട്ടുണ്ടായ ഗർവം അഹങ്കാരത്തെ ധ്രുവം ശമയിതും ഇല്ലാതെയാക്കുവാൻ ഭവത കൃത ഏവ ധ്രുവം അങ്ങു തന്നെ ചെയ്യപ്പെട്ടതാണ് ധ്രുവം. തീർച്ചയായിട്ടും അങ്ങ് തന്നെയാണ് ഇപ്രകാരമൊരു ബുദ്ധിമുട്ടിൽ ആ അക്രൂരനെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് യാതൊരു സംശയവുമില്ല. അക്രൂരൻ അങ്ങയുടെ വളരെ വലിയൊരു ഭക്തനാണെന്നുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതൊരു അഹങ്കാര രൂപത്തിൽ എത്തിപ്പെട്ടിരുന്നു. ഈ അഹങ്കാരം ഇല്ലാതാക്കണമെങ്കിൽ ഭക്തി വളരണം. അപ്പോൾ ഭക്തി കുറച്ചുകൂടി വളരുന്നതിന് വേണ്ടിയാണ് അങ്ങു തന്നെ അവൻ്റെ ബുദ്ധിയിൽ ഇപ്രകാരം ഒരു ചിന്ത ഉദിപ്പിച്ചത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഭട്ടതിരിപ്പാട് ഭഗവാനെ നോക്കി പറയുന്നതാണ് ഈ ശ്ലോകം. ഭക്തസ്ത്വയി സ്ഥിരതരസാഹി ഗാന്ധിനേയ തസ്യൈവ കാപഥമതി കഥമീശ ജാതാ വിജ്ഞാനവാൻ പ്രശമവാനഹമിത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ. ഹരേ കൃഷ്ണ. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ഓം നമോ ഭഗവതേ വാസുദേവായ.